ടു മൈ ന്യൂ റിയാക്ടിങ് വീഡിയോ. അന്നേരം നിങ്ങൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഇച്ചിരി വ്യൂസൊക്കെ കിട്ടിയായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരോടും ഞങ്ങൾ താങ്ക് യു പറയുന്നു. അന്നേരം ഇതാണ് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അച്ചാച്ചൻ. ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞെന്നാണ് തോന്നുന്നത്. അത് ഇന്ന് ഇൻട്രൊഡ്യൂസ് ഇതാ എൻ്റെ ചേട്ടൻ്റെ പേരാണ് ക്രിസ്റ്റി. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നെക്കാൾ 1 വർഷം മൂത്ത മാത്രമേ ഉള്ളൂ. നല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു. ഇതേപോലെ നമ്മൾ മൾട്ടി കണ്ടന്റ് വീഡിയോസ് ഇടുന്നത്. നമ്മൾ എല്ലാ തരത്തിലുള്ള വീഡിയോസ് ഇടും. എന്റർടൈൻമെന്റ് ഇടും, ഗെയിമിംഗ് ഇടും, നമ്മളെന്താ വ്ളോഗിങ് ഇടും, അൺബോക്സിംഗ് ഇടും, എല്ലാം ഇടും. പക്ഷേ നാളെ നിങ്ങൾക്ക് അറിയാം ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ഇടും. അന്നേരം അതെല്ലാം നമുക്ക് സൈഡിൽ വെക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാണം വരുന്ന വീഡിയോ ആണ് ഞങ്ങളുടെ. കാരണം നമ്മൾ കൊച്ചിലത്തെ വീഡിയോസ് എല്ലാം നമ്മളിന്ന് കാണാൻ പോവാണ്, റിയാക്ട് ചെയ്യാൻ പോവാണ്. നമ്മളിങ്ങനെ ആകെ ഒരു മീൻസിലൊക്കെ റിയാക്ട് ചെയ്തില്ല, അതുകൊണ്ട് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ വീഡിയോയിൽ. അന്നേരം നമുക്ക് നേരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങളെ ഓരോ സപ്പോർട്ടിലും വരുന്ന നിങ്ങൾ ഓരോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബറിന് നല്ലൊരു സപ്പോർട്ടാണ്. അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, അന്നേരം നമ്മൾ ഈ വീഡിയോ വെബ് ക്യാം ഇടാം ഫസ്റ്റ്. നിങ്ങൾക്ക് വെബ് ക്യാമിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നമ്മളെ ഭയങ്കരമായിട്ടും ഇച്ചിരി ഡാർക്ക് ലൈറ്റ്നെസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ വീഡിയോ ആണെന്നില്ല, ഫസ്റ്റ് നമ്മൾ നമ്മുടെ വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം ഇതിൻ്റെ അത് ഞാൻ മാത്രമേ ഉള്ളൂ, ക്രിസ്റ്റി ഇല്ല. ഇനി വരുന്ന വീഡിയോയിൽ ക്രിസ്റ്റി ഉണ്ട്. അതിനകത്താണ് ഞങ്ങളുടെ പഴയ സ്കൂളിലാണ് അടുക്കള, അന്ന് കൊറോണ ടൈമിലൊക്കെ അടുക്കളത്തോട്ടത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആയിരുന്നു ഇത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ബൾബൊന്നും അടിക്കുന്നില്ല കൂടുതൽ. അന്നേരം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ക്രിസ്മോനിസൻ. ഞാൻ NSS UP സ്കൂൾ 3ാം ക്ലാസ്സിൽ. നിങ്ങൾ ഈ സ്കൂള് ശ്രദ്ധിക്കേണ്ട, കാരണം ഇപ്പം നമ്മൾ ഈ സ്കൂളിലല്ല, ഇപ്പം നമ്മൾ വേറെ സ്കൂളിലാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പഴയ സ്കൂളിലാണ്. 3ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു. ഞാൻ ഇന്ന് എൻ്റെ അടുക്കളത്തോട്ടമാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് സപ്പോർട്ടൊക്കെ, ഇതാണ് ടേബിൾ, ഇതാണ് ചൈന. ഇത് വീഡിയോ ഇച്ചിരി ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അത് അന്ന് എടുത്തതിൻ്റെ പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, അത് മതി. നമ്മളെ കണ്ടാൽ മതി. ഇതാണ് കപ്പ, ഇതാണ് ഇഞ്ചി, ഇതാണ് മഞ്ഞള്, ഇതാണ് ഒടിഞ്ഞു പോയ ഏത്തവാഴ, ഇതാണ് കാന്താരി. ഇത് നമുക്ക് കാന്താരി ചമ്മന്തി ഇട്ടായിരിക്കും. ഇതാണ് വെണ്ട, ഇതാണ് ആത്തക്ക, ഇതാണ് ആത്തക്ക ചെടി. വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. കാശ് നേരം നമ്മൾ നമ്മുടെ സെക്കൻഡ് വീഡിയോയിലോട്ട് എത്തിയിട്ടുണ്ട്. സെക്കൻഡ് വീഡിയോയിൽ ഞാനും ക്രിസ്റ്റി മുട്ട അടിച്ചിട്ടിരിക്കുകയാണ്. കൊച്ചിലെ ഞങ്ങളുടെ പഴയ വീട്ടിലാണ്. ഈ വീട്ടിലല്ല, ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ്, കണ്ണൂരിലെയാണ്. ഈ വീട് ഭയങ്കര ഓൾഡ് വീഡിയോ ആണ്. നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അന്നേരം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോയിൽ ഞാൻ മുട്ട അടിച്ചിരിക്കുന്നു. എൻ്റെ സൗണ്ട് ഇടിച്ചവിടെ ആക്സിഡൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ വന്നേ ഉള്ളൂ. ക്രിസ്ത്യൻ കാണാൻ പല്ലൊക്കെ പൊങ്ങി. ഈ വീഡിയോ കഴിഞ്ഞു. ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്താ വരേണ്ടത് നിങ്ങൾ പറയണം. കാരണം അറിയാലോ, കണ്ടന്റ് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അന്നേരം നിങ്ങൾ അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറയുക. അന്നേരം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം. അന്നേരം നമ്മുടെ തേർഡ് വീഡിയോ അല്ലേ, നമ്മൾ തേർഡ് വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പഴയ വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാനും ക്രിസ്റ്റിയും ഉണ്ട്. ഞാൻ അതിൻ്റെ അകത്താണെങ്കിൽ ട്രെയിനിൽ നിങ്ങൾ പോയി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ നേരത്ത് പറയത്തില്ലേ, അതേ വിട്ട് ഞാനും വീട്ടിൽ ട്രൈ ചെയ്തതാണ്. പക്ഷേ അത് അമ്മ റെക്കോർഡ് ചെയ്ത്, അമ്മ പറഞ്ഞാൽ അത് ഞാൻ എടുക്കുമൊന്നുമല്ല, ഫോൺ വിളിക്കുമെന്ന്. പക്ഷേ സത്യത്തിൽ അമ്മ അത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതെനിക്ക് ഈ വീഡിയോ കാണാൻ കഴിയും. അതായത് നമുക്ക് വീഡിയോ റിയാക്ട് ചെയ്യാൻ തോന്നും. ഇപ്പോഴേ പറയുന്ന ആരും കമൻറ്റ് ചെയ്തോ നിങ്ങളുടെ നെക്സ്റ്റ് ഒപ്പീനിയൻ എന്താണെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്തെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യണ്ട.
അത് നമുക്ക് അറിയാലോ. ഇതിൻ്റെ ഇതാണ് ഞാൻ ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുക. ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് ഞാൻ. ഇവിടെ ക്രിസ്റ്റി ഇരിപ്പുണ്ട്. ഇതിന് വീഡിയോ എടുക്കുന്ന അമ്മയാണ്. അന്നേരം നമുക്ക് വീഡിയോ കാണാൻ പറ്റും. കാണാനായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് എൻ്റെ ശ്വാസം പോയിരിക്കുകയാണ്. അന്നേരം നമുക്ക് വീഡിയോ ബ്ലാങ്കായിട്ട് എത്തി ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പണ്ടത്തെ വീഡിയോ അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ല. അതായത് ഡീലിങ്സ് ഒക്കെ ചെയ്യാണ് ഞാനും മിസ് അവിടെ ഡീൽ ചെയ്തിട്ട്. ഓ അമ്മ ഫോൺ വിളിക്കുമെന്ന് കേട്ടില്ലേ? ആ ലൈറ്റ് കത്തുന്നു അങ്ങനെ വെട്ടോ ലൈറ്റ്. ഞാൻ പറഞ്ഞില്ല അമ്മ ആലു പൊറോട്ടയോ വേറെ എന്തോ സമോസ എന്തോ അങ്ങനെ വേറെ എന്തോ ഉണ്ടല്ലോ. എന്താടാ അല്ലാതെ വേറെ എന്തോ തല വെച്ചു കൊടുക്കുന്ന എന്തായിരുന്നു? ഓ സാദാ ചോറ് ചിക്കൻ ബിരിയാണി ഉണ്ടോ? ആ ഷീറ്റെല്ലാം കൂടെ മുന്നോട്ട് കിട്ടിയിട്ടാണ് ചാടിച്ചാടിച്ച് എല്ലാം ചാടിച്ചാടിച്ച് നടന്നു. നമ്മള് അന്നും ഹിന്ദി പഠിച്ചു, ഇന്നും ഹിന്ദി പഠിച്ചു. ഇത് നമ്മള് വേറെ ഏതോ ഒരു വീട്ടില് അതെല്ലാം നിരത്തി ഇടാതെ പിള്ളേരെ ഇത് വേറെ വീടാണ്. എന്റെ പപ്പയുടെ ഒരു ട്രെയിനിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ പറയാറില്ലേ, ഇനി നിങ്ങൾ ട്രെയിനിൽ പോകാനായിട്ട് ശ്രമിച്ചാൽ മതി. ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാണ്. ചിക്കൻ ബിരിയാണി അങ്ങനെ പണ്ട് ട്രാവൽ ചെയ്ത് ചെയ്യാനിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് ഉള്ള കഴിവ് കാണിച്ചാണ്. പക്ഷെ ഫ്ലോപ്പായി. എന്നെ കണ്ടോ നല്ല ബ്ലഗ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം പഴയ ഇതാണ്. ഇത് ഡാർക്കായി പോകുന്നു. ചായ ഇല്ലേ? ചായ ഉണ്ട്. ടെണ്ടാപ്പാനി ഉണ്ടോ? കുട്ടിയുടെ ശബ്ദമാണ് നിങ്ങളെ കേൾക്കുന്ന കരയുന്ന കൂട്ട്. ഞാൻ അങ്ങനെ ആരോടൊന്നും മിണ്ടത്തില്ലായിരുന്നു. ഗൈസ് നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല നാണം വരുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോകാം. അന്നേരം നമ്മുടെ എല്ലാം വീഡിയോ നിങ്ങൾ കണ്ട് നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ ഈ റിയാക്ടിങ് വീഡിയോയുടെ പാർട്ട് 2 കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാതെ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.